സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയായ ഹോർമുസ് കടലെടുക്ക് വീണ്ടും ഒരു യുദ്ധഭൂമിയായി മാറിക്കൊണ്ട് പശ്ചിമേഷ്യയിൽ അതീവ ഗുരുതരമായ സൈനിക പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര എണ്ണക്കപ്പൽ പാതയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഈ മേഖലയിൽ ഇറാനും അമേരിക്കൻ നാവികസേനയും തമ്മിൽ നേരിട്ടുള്ള വെടിവെപ്പ് ഉണ്ടായതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പതിറ്റാണ്ടുകളായി ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന ശത്രുത അതിന്റെ ഏറ്റവും അപകടകരമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഹോർമുസ് കടലിടുക്കിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്നത്. ഹോർമുസ് കടലിടുക്കിലും സമീപ പ്രദേശങ്ങളിലും അതിശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇറാന്റെ ഹോർമോസ്ഖാൻ പ്രവിശ്യയിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം തീരദേശ നഗരമായ ബന്ദർ അബ്ബാസ്, സമീപത്തെ മറ്റ് തീരപ്രദേശങ്ങൾ, പേർഷ്യൻ ഗൾഫിലെ ചില തന്ത്രപ്രധാന ദ്വീപുകൾ എന്നിവിടങ്ങളിലെല്ലാം വലിയ തോതിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ മുഴങ്ങിക്കേട്ടിട്ടുണ്ട്. ഇറാന്റെ പ്രധാന തുറമുഖങ്ങളിലേക്കുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തങ്ങളുടെ കടുത്ത നാവിക ഉപരോധം പുനഃസ്ഥാപിച്ചതാണ് ഇപ്പോഴത്തെ അടിയന്തര പ്രകോപനത്തിന് കാരണമായത്. ഇറാന്റെ തുറമുഖങ്ങളിലേക്കും അവിടെ നിന്നുള്ള എല്ലാത്തരം വാണിജ്യ കപ്പലുകളുടെയും ചരക്ക് നീക്കങ്ങൾ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ശക്തമായി തടയുകയാണ്. അന്താരാഷ്ട്ര സമുദ്ര വ്യാപാരത്തിനും വാണിജ്യ കപ്പലുകൾക്കും നേരെ ഇറാൻ ഉയർത്തുന്ന ഭീഷണികളെ പ്രതിരോധിക്കാനാണ് തങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയത് എന്നാണ് വാഷിംഗ്ടൺ ഔദ്യോഗികമായി വ്യക്തമാക്കുന്നത്. എന്നാൽ സ്വന്തം അതിർത്തിക്കുള്ളിൽ കടന്നുള്ള ഈ സൈനിക ഇടപെടലുകളെയും ഉപരോധങ്ങളെയും തങ്ങളുടെ പരമാധികാരത്തിനു മേലുള്ള കടന്നുകയറ്റമായാണ് ഇറാൻ കാണുന്നത്. അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ സൈനിക നടപടിയെ തങ്ങളുടെ രാജ്യത്തെ ശ്വാസം മുട്ടിക്കാനുള്ള യുദ്ധപ്രഖ്യാപനമായിട്ടാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും ഇറാന്റെ നയതന്ത്ര വൃത്തങ്ങളും വിലയിരുത്തുന്നത്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിൽ നിലയുറപ്പിച്ച് ഉപരോധം കടുപ്പിച്ചതോടെ ഇറാൻ തങ്ങളുടെ തീരദേശ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കി കഴിഞ്ഞു. ഒരു മുന്നറിയിപ്പുമില്ലാതെ കടലിടുക്കിലൂടെയുള്ള കപ്പലുകളെ തടയാൻ ശ്രമിച്ച US യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഇറാൻ സൈന്യം വെടിയുതിർത്തതായാണ് പുറത്തുവരുന്ന പ്രാഥമിക വിവരങ്ങൾ. ഈ സൈനിക നീക്കത്തിന് തൊട്ടു പിന്നാലെ US ഉപരോധത്തിനെതിരെ ഇനിയും കടുത്ത പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്ന കനത്ത മുന്നറിയിപ്പ് ഇറാൻ നൽകിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ആഗോള എണ്ണ വ്യാപാരം പൂർണ്ണമായും നിശ്ചലമാക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഇറാൻ സൈനിക വക്താക്കൾ ഭീഷണി മുഴക്കുന്നത്. തങ്ങൾക്ക് സമാധാനപരമായി വ്യാപാരം നടത്താൻ സാധിക്കുന്നില്ലെങ്കിൽ മറ്റൊരു രാജ്യത്തെയും ഈ വഴി കടന്നു പോകാൻ അനുവദിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് ഇറാൻ ഭരണകൂടം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ പുതിയ സംഘർഷം കേവലം പ്രാദേശികമായ ഒരു തർക്കത്തിൽ ഒതുങ്ങുന്ന ഒന്നല്ല. ലോകത്ത് ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ 5-1 കടന്നു പോകുന്നത് ഈ ഇടുങ്ങിയ കടലിടുക്കിലൂടെയാണ്. അതിനാൽ തന്നെ ഇവിടെ ഉണ്ടാകുന്ന ചെറിയൊരു വെടിവെപ്പ് പോലും അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. ഇറാന്റെ പ്രധാന സൈനിക താവളമായ ബന്ദർ അബ്ബാസിന് സമീപമുള്ള ദ്വീപുകളിൽ വിന്യസിച്ചിരിക്കുന്ന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങളും പൂർണ്ണ സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ്. കരയിൽ നിന്നും കടലിലേക്ക് തൊടുക്കാവുന്ന അത്യാധുനിക മിസൈലുകൾ ഉപയോഗിച്ച് അമേരിക്കൻ കപ്പലുകളെ ഏത് നിമിഷവും ആക്രമിക്കാൻ പാകത്തിലാണ് ഇറാൻ സൈന്യത്തെ വിന്യസിച്ചിട്ടുള്ളത്. അതേസമയം തങ്ങളുടെ നാവികസേനാംഗങ്ങൾക്കും സഖ്യകക്ഷികളുടെ കപ്പലുകൾക്കും നേരെയുള്ള ഏതൊരാക്രമണത്തെയും സർവ്വശക്തിയും ഉപയോഗിച്ച് പ്രതിരോധിക്കുമെന്ന കടുത്ത നിലപാടിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. പെന്റഗൺ തങ്ങളുടെ 5ാം കപ്പൽ പടയെ അതീവ ജാഗ്രതയിലാണ് നിലനിർത്തിയിരിക്കുന്നത്. സ്ഫോടനങ്ങൾ തുടർച്ചയായി കേട്ടതോടെ ബന്ദർ അബ്ബാസിലെയും മറ്റ് സമീപ നഗരങ്ങളിലെയും സാധാരണ ജനങ്ങൾ കനത്ത ഭീതിയിലാണ്. ഏത് നിമിഷവും ഒരു വ്യോമാക്രമണം ഉണ്ടായേക്കാമെന്ന ഭയത്തിൽ പലരും സുരക്ഷിത സ്ഥാനത്തിലേക്ക് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. കടലിലെ ഈ സംഘർഷം തങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും സുരക്ഷയും എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ തദ്ദേശവാസികൾക്ക് ആശങ്കയുമുണ്ട്. ഹോർമുസ് പ്രതിസന്ധിയിൽ ഐക്യരാഷ്ട്രസഭയും അന്താരാഷ്ട്ര സമൂഹവും ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധം ഒഴിവാക്കാൻ ഇരുവിഭാഗവും നയതന്ത്ര ചർച്ചകൾക്ക് തയ്യാറാകണമെന്ന് അന്താരാഷ്ട്ര സമാധാന സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും യുദ്ധക്കളത്തിൽ നിന്നും പിന്മാറാൻ അമേരിക്കയോ ഇറാനോ തയ്യാറാകുന്നില്ല. ചർച്ചകൾക്ക് ഇനിയും പ്രസക്തിയില്ലെന്നും തങ്ങളുടെ അതിർത്തികൾ സംരക്ഷിക്കുക മാത്രമാണ് ഇപ്പോൾ ലക്ഷ്യമെന്നും ഇറാൻ വ്യക്തമാക്കുമ്പോൾ ഭീഷണി നേരിടാതെ ഉപരോധം പിൻവലിക്കില്ലെന്ന നിലപാടിലാണ് US. മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളും ഈ പ്രതിസന്ധിയെ വളരെ സൂക്ഷ്മമായാണ് നിരീക്ഷിക്കുന്നത്. സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളുടെ എണ്ണക്കപ്പലുകളും ഹോർമുസ് കടലിടുക്കിനെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. സംഘർഷം മൂർച്ഛിച്ചാൽ അത് ഈ രാജ്യങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തെയും ബാധിക്കും.
ഹോർമുസ് കടലിടുക്കിലെ പുതിയ സംഘർഷങ്ങൾ മിഡിൽ ഈസ്റ്റിനെ പൂർണ്ണമായ ഒരു പ്രാദേശിക യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്നാണ് ലോകം ഇപ്പോൾ ഭയപ്പെടുന്നത്. ഇറാന്റെ പക്കലുള്ള അത്യാധുനിക ഖര ഇന്ധന മിസൈലുകളും ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യകളും അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ പ്രയോഗിച്ചാൽ അത് യുഎസിന് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കും. തുടർച്ചയായ വെടിവെപ്പുകളും മിസൈൽ വിന്യാസങ്ങളും ഹോർമുസ് കടലിടുക്കിനെ ഒരു വെടിമരുന്ന് ശാലയ്ക്ക് സമാനമാക്കി മാറ്റിയിട്ടുണ്ട്. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന അവസ്ഥയിലാണ് ഇവിടുത്തെ അന്തരീക്ഷം. ഈ സമുദ്രയുദ്ധം ആഗോള വ്യാപാര മേഖലയിൽ ഉണ്ടാക്കുന്ന തടസ്സങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയും നേരിട്ട് ബാധിക്കും. വിപണിയിൽ എണ്ണവില വർദ്ധിക്കുന്നതോടെ രാജ്യങ്ങളിൽ പണപ്പെരുപ്പമുണ്ടാകാനും സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനും സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഹോർമുസ് പ്രതിസന്ധി പരിഹരിക്കാൻ ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും കനത്ത നയതന്ത്ര സമ്മർദ്ദം ഉണ്ടാകുമെന്നാണ് സൂചന. വരും മണിക്കൂറുകളിൽ ഉണ്ടാകുന്ന നീക്കങ്ങൾ മിഡിൽ ഈസ്റ്റിന്റെ ഭാവിയും സമാധാനവും നിർണ്ണയിക്കുന്നതിൽ അതീവ നിർണായകമായിരിക്കും.